ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളികാവ് പഞ്ചായത്തിലെ പുളിയങ്കൽ വാർഡിലാണ് ഇന്ന് നമ്മളെ അതിഥി. പരിചയപ്പെടാം സ്ഥാനാർത്ഥിയെ. കാളികാവ് പഞ്ചായത്തിലെ 20-ാം വാർഡ് പുളിയങ്കലിലെ സ്ഥാനാർത്ഥി ഷബീബാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ഷബീബ്. താങ്ക് യു. പുളിയങ്കൽ വാർഡിൽ 2 ചെറുപ്പക്കാരാണ് മത്സരിക്കുന്നത്. അതിന്റെ ആവേശം എത്രത്തോളം നാടിനെ ബാധിച്ചിട്ടുണ്ട്? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ ഒരു രൂപത്തിലല്ലല്ലോ. ഇപ്പൊ നമ്മള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇപ്പൊ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും, കേരളത്തിലുടനീളം ഒരുപാട് യുവാക്കള് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുള്ള ഒരു സവിശേഷകരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവാക്കള് ഇവിടെ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള ആവേശം പൊതുവെ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ തരത്തിലും നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സോഷ്യൽ മീഡിയയിൽ ആദ്യം വന്നത് ഇവിടുത്തെ എല്ലാവരും ഒന്നടങ്കം ഒരു പ്രകടനമായി. സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഇവിടെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും, ഇവിടുത്തെ ഈ നാടിന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു വലിയ പറ്റ യുവാക്കള് അവര് പാർട്ടിയുമായി നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിനിതനായിട്ടുള്ള എന്നെ ഞാൻ പോലും അറിയാതെ അവര് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീങ്ങിയത്. തുടർന്ന് അവസാന ഘട്ടങ്ങളിലായപ്പോ എനിക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന നമ്മള് ആളുകൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം. ആ സേവനം നമ്മളെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക മറികടക്കുന്ന തരത്തിലാണ് നമ്മള് ഈ സ്കോഡ് വർക്ക് ആണെങ്കിലും, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ദിവസമാണെങ്കിലും, അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ഒന്നിനൊന്ന് ആവേശം തരുന്ന തരത്തിലാണ് ഇവിടുത്തെ യുവാക്കളും സ്ത്രീകളും ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും കുട്ടികളടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മളിപ്പോ സ്കോഡ് വർക്കിന് പോയ സമയത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു മരത്തിന്റെ ഏറ്റവും മുകളിൽ, ആ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ചുവന്ന കൊടി, അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ഒരു ചുവന്ന കൊടി ആ കുട്ടി കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു ആവേശം, ചെറിയ കുട്ടികൾ വരെ വലിയ ആവേശത്തിലാണ്. അപ്പൊ ആ കുട്ടി ആ പ്രദേശത്തെ ഒരു സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ യുവാക്കൾ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവർ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. അവർ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. ഇത് കഴിഞ്ഞ വർഷം നിങ്ങളെ പാർട്ടിയുടെ വാർഡ് തന്നെയാണ്. എത്ര വർഷമായിട്ട് നിലനിൽക്കുന്ന വാർഡാണ്? 10 വർഷമായിട്ട് CPM വാർഡ്. അങ്ങനെ CPM ഉറച്ചൊരു വാർഡ് എന്ന് പറയാം. വലിയ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും ഈ ചെറുപ്പക്കാരനായ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചൊരു പങ്ക് എന്താണ്? അത് ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നടക്കുന്ന ഏത് പരിപാടിയാണെങ്കിലും, ഇപ്പൊ ഇവിടെ ഒരു പരിപാടി വരുന്ന സമയത്ത് അവിടെ നമ്മള് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കായിരിക്കാം എന്റെ നാട്ടുകാരെന്നെ നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ചെറിയ രൂപത്തിലൊക്കെ ആദ്യമായിട്ടാണ്. അതെ അതെ. പഠനകാലം എന്ന് പറയുമ്പോ സാഹചര്യങ്ങളുടെ വശം, അതെ അതെ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ വലിയ വലിയ കോളേജുകളിലോ അതുപോലെ തന്നെ മാനേജ്മെന്റ് പിന്നെ കോട്ടയിലോ അങ്ങനെയൊന്നും നമുക്ക് അവസരം നേടാൻ സാധിച്ചിട്ടില്ല. ഉണ്ട്. ഡിവൈഎഫ്ഐയുടെ മേഖല ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഈ അടുത്ത കാലം വരെ. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വായിൽ വർത്തമാനം പറയാന്നുള്ളതല്ല, കഴിയുന്ന രൂപത്തിലൊക്കെ പരമാവധി അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. എതിർ സ്ഥാനാർത്ഥി സുഹൃത്താണ്. അതെ അതെ അതെ, തീർച്ചയായും സൗഹൃദമായിട്ടുള്ളൊരു മത്സരമായിരിക്കും വാർഡിൽ കാഴ്ചവെക്കുന്നത്. സൗഹൃദം എന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയം സൗഹൃദം അത് രണ്ടാണല്ലോ. രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം, എതിർ സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നത് ഒരു വലതുപക്ഷ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അല്ലാതെ ഇവിടെ സൗഹൃദത്തിന് കളങ്ക് നിൽക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അങ്ങനെയുള്ള വെറുപ്പോ വിദ്വേഷമോ അതൊന്നും നമ്മളിവിടെ വെച്ച് പുലർത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമല്ല. പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് വാർഡ് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഏറ്റുമുട്ടുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നിങ്ങളെ പാർട്ടിയുടെ അതേ മെമ്പറായിരുന്നു. വികസന പ്രവർത്തനങ്ങളിൽ എത്ര കോടിയുടെ ഫണ്ട് ഏകദേശം ഇവിടെ നമ്മള് കഴിഞ്ഞ വർഷം, അതുപോലെ തന്നെ അതിന്റെ മുമ്പ് 10 വർഷം ഇവിടെ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരായിരുന്നു. അതിനു മുമ്പ് 10 വർഷം UDF മെമ്പർമാരുമായിരുന്നു. ആ കാലഘട്ടവും ഈ കാലഘട്ടവും വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഇത് 16-ാം വാർഡായിരുന്ന സമയത്ത് UDF വ്യക്തമായ ഒരു മെജോറിറ്റി ഉള്ള ഒരു വാർഡായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും 10 വർഷമായിട്ടുള്ള CPM വാർഡായി. അതെ അതെ, അന്ന് 10 വർഷം UDF വാർഡായിട്ടാണ്. ഈ 16-ാം വാർഡ് ആയതിനു ശേഷം 10 വർഷം UDF ഇത് ഭരണം നടത്തിയത്.
ആ ഭരണത്തിലുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് 300ഓളം വോട്ടിനാണ് അത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി ജയിച്ചത്. എന്നാൽ ഈ 10 വർഷം ഇടതുപക്ഷം ഭരിച്ച് നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് മെമ്പർമാരെ കുറിച്ച് ആളുകൾക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, അവരുടെ കേൾക്കാനില്ല. കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ പരിഹരിച്ച് പോരുകയും ചെയ്യുന്നുണ്ട്. അതെ അതെ, ഒരുപാട് ചെറുപ്പക്കാർ കൂടെ അതെ അതെ, ചെറുപ്പക്കാർക്ക് പുറമെ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വലിയ ആളുകളുടെ പിന്തുണയും തീർച്ചയായിട്ടും വലിയ ആളുകൾ. ഇപ്പൊ ഇന്നലെ ഞാൻ വണ്ടൂര് ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് വരുന്നു. 3 വിധം സ്ക്വാഡ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണപരമായിട്ടുള്ള അവർക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ ആവേശം നമുക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. അപ്പൊ 3 സ്ക്വാഡായിട്ട് നമ്മളെ വാർഡിന്റെ 3 ഭാഗങ്ങളിലായിട്ട് 5-8 ആളുകൾ ഇന്നലെ യുവാക്കളില്ല. ഇന്നലെ മുഴുവനായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഈ കാരണവന്മാരാണ് സ്ക്വാഡ് ഇറങ്ങി. നമ്മുടെ ഇന്നലെ കൺവെൻഷൻ ആയിരുന്നു. കൺവെൻഷന് ഉള്ള വിവരം എല്ലാ വീടുകളിലും കയറി അറിയിക്കുകയും മാക്സിമം നമ്മളെ വീടുകളിലൊക്കെ കയറി അറിയിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളെ കാരണവന്മാർ വലിയ ആവേശത്തിലാണ്. ഇന്നലെ കോരിച്ചെരിയുന്ന മഴയായിരുന്നല്ലോ രാത്രി, നമുക്കറിയാം. എന്നിട്ട് ആ മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ ജനാവലി തന്നെ ആ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങളാണ്. വലിയ വലിയ പ്രതീക്ഷയിലാണ്. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, നമസ്കാരം. താങ്ക് യു.